ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് ലെസണായ മസ്തി കി പാഠശാല എന്ന ലെസൺ നോക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് ലെസൺ നോക്കണം, എന്നാലേ കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. മസ്തി കി പാഠശാല എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ഫൺ. कानन वन में हंसी खुशी और थमा चौकड़ी का माहौल देखकर आसपास के वनवासी हैरान हो जाते थे. അപ്പോൾ കാനൻ എന്നു പേരുള്ള വനത്തിൽ, വൻ ഫോറസ്റ്റ്, കാനൻ എന്ന് പറഞ്ഞാലും ഫോറസ്റ്റ് ആണ്, പക്ഷേ ഇവിടെ കാനൻ എന്ന് ഒരു ഫോറസ്റ്റിൻ്റെ തന്നെ പേരായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ കാനൻ എന്ന് പേരുള്ള ഒരു വനത്തിൽ ഹസി ഖുഷി എന്ന് വെച്ചാൽ ഹാപ്പിനെസ്സും, അതോടൊപ്പം ഥമാ ചൗക്കടി കാ മാഹോൾ ദേഖുകർ, അവിടെയുള്ള കളിയും തുള്ളിച്ചാട്ടവും ഒക്കെ കണ്ടിട്ട്, മാഹോൽ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് എന്താണ്, ആസ്പാസ് കെ വനവാസി ഹൈരാൻ ഹോ ജാത്തേ ഥേ, ചുറ്റുപാടുമുള്ള വനത്തിൽ താമസിക്കുന്നവർ എന്താണ്, അത്ഭുതപ്പെടാറുണ്ട്, സർപ്രൈസ് ആവാറുണ്ട്. കാനൻ വനത്തിലെ ഹാപ്പിനെസ്സും അതോടൊപ്പം അവിടെയുള്ള തുള്ളിച്ചാട്ടവും ബഹളവും ഒക്കെ കണ്ടിട്ട് ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് അത്ഭുതം തോന്നാറുണ്ട്. സുബഹ സേ ശാം തക് ഉല്ലാസ് ഓർ ആനന്ദ് കി ഗൂഞ്ച് ചാരോ ഓർ സുനായി ദേത്തി ഥി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉല്ലാസ് ഓർ ആനന്ദ് പറഞ്ഞാൽ ഹാപ്പിനെസ്, ജോയ്, സന്തോഷത്തിൻ്റെ ആ ഒരു ഗൂഞ്ചെന്ന് പറഞ്ഞാൽ മുഴക്കം. അപ്പോൾ സന്തോഷത്തിൻ്റെ മുഴക്കം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബഹളവും ചിരിയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചുറ്റുപാടും കേൾക്കാൻ സാധിക്കുമായിരുന്നു. കാനൻ വൻമേ ഖുഷിയോ കാ സ്കൂൾ ബ്രാക്കറ്റിൽ മസ്തി കി പാഠശാല, നമ്മുടെ ലെസണിൻ്റെ പേര്, ജോ ഖുൽ ഗയാ ഥാ. അപ്പോൾ കാനൻ വനത്തിൽ ഹാപ്പിനെസ്സിൻ്റെ സ്കൂൾ അഥവാ മസ്തി കി പാഠശാല, രണ്ടിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്, തുറന്നിരിക്കുകയാണ്. അതാണ് ഈ ഹാപ്പിനെസ്സിൻ്റെ രഹസ്യം. स्कूल जाने वालों के व्यवहार में तेज़ी से बदलाव दिखाई देने लगा था. ഈ സ്കൂളിൽ പോകുന്നവരുടെ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നാണ് തേസീസെ ബദലാവ് ദിഖായി ദേനെ ലഗ. തേസീസെ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ, ചേഞ്ച്, ബദലാവ് ചേഞ്ച് കാണുവാൻ തുടങ്ങി. അപ്പോൾ ഈ ഖുഷിയോം കാ സ്കൂൾ, ഹാപ്പിനെസ്സിൻ്റെ സ്കൂളിൽ പോകുന്നവരിൽ എല്ലാ പേരിലും പെട്ടെന്ന് തന്നെ ചേഞ്ച് കാണപ്പെടുവാൻ തുടങ്ങി. സഭി മാതാപിതാ അപ്നെ അപ്നെ ബച്ചോं को സ്കൂൾ ഭേജനെ ലഗേ ഥേ. എല്ലാ പാരൻസും, മാതാപിതാ പാരൻസ്, അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുവാൻ തുടങ്ങി. ബച്ചേ ഹസ്തേ ഹസാത്തേ ഉച്ചൽത്തേ കൂത്തേ സ്കൂൾ ജാത്തേ ഥേ. കുട്ടികൾ ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും തുള്ളിച്ചാടിയുമൊക്കെ സ്കൂളിൽ പോകുമായിരുന്നു. വേ പൂരേ രാസ്തേ ഥമാ ചൗക്കടി കർത്തേ ഹുയേ ഗാത്തേ. അവർ പോകുന്ന വഴിയെല്ലാം തുള്ളിച്ചാടി ഇങ്ങനെ പാടുമായിരുന്നു. അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല ലേക്കർ ബസ്ത കലം കിതാബേ ഹം തോ ചലേ പാഠശാല. അപ്പോൾ ഇത്രയും ലൈനിൻ്റെ മീനിങ് നോക്കാം. അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല, ഞങ്ങളുടെ പാഠശാല സ്കൂള് ഹാപ്പിനെസ്സിൻ്റെ സ്കൂളാണ്. ലേക്കർ ബസ്ത കലം കിതാബേ ഹം തോ ചലേ പാഠശാല, ഞങ്ങൾ ബസ്ത ബാഗ്, കലം പെൻ, കിതാബേം ബുക്സ്, ഇവയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹം തോ ചലേ പാഠശാല, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല ലേക്കർ ബസ്ത കലം കിതാബേ ഹം തോ ചലേ പാഠശാല, ഞങ്ങളുടെ സ്കൂൾ അത് ഹാപ്പിനെസ്സിൻ്റെ സ്കൂളാണ്, അവിടെ മൊത്തം സന്തോഷമാണ്, ഞങ്ങൾ ബാഗും പേനയും ബുക്സുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു. അടുത്ത ലൈൻ. അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല ജ്ഞാൻ ഓർ വിജ്ഞാൻ കി ബാത്തേ സീഖ്നെ ചലേം പാഠശാല അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല. വീണ്ടും പറയുകയാണ്, അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല, ഞങ്ങളുടെ സ്കൂൾ ഹാപ്പിനെസ്സിൻ്റെ സ്കൂളാണ്. ജ്ഞാൻ ഓർ വിജ്ഞാൻ കി ബാത്തേ സീഖ്നെ ചലേ പാഠശാല. ജ്ഞാൻ എന്ന് പറഞ്ഞാൽ നോളജ്, വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ സയൻസ്. ഞങ്ങൾ അറിവ് നേടുന്നതിനും അതോടൊപ്പം സയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുമായിട്ട് സ്കൂളിൽ പോകും. അപ്നി തോ പാഠശാല മസ്തി കി പാഠശാല, ഞങ്ങളുടെ സ്കൂള് ഹാപ്പിനെസ്സിൻ്റെ സ്കൂളാണ്. യഹി കാരൺ ഥാ കി ഭാലു കെ സ്കൂൾ മേം
പഠിനെ വാലോം കാ താന്ത് ലഗാ രഹതാ ഥാ. ഈ കാരണത്താൽ ഭാലു എന്ന് വെച്ചാൽ ബിയറിൻ്റെ, അതായത് ഈ സ്കൂൾ നടത്തുന്നത് കാട്ടിലെ തന്നെ ഒരു ബിയർ അഥവാ കരടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എന്താണ്, പഠിനെ വാലോം കാ താന്ത് ലഗാ രഹതാ ഥാ, പഠിക്കുവാനുള്ള ആൾക്കാരുടെ ഒരു താന്ത് എന്ന് വെച്ചാൽ ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷത്തോടെ പഠിക്കുവാൻ സാധിക്കുകയും അതോടൊപ്പം സ്കൂളിൽ പോകുവാൻ കുട്ടികൾ അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും കാരണം ആ ഭാലുവിൻ്റെ സ്കൂളിൽ പഠിക്കുവാനായിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്യൂ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഏക് ദിൻ അധ്യാപക് ഭാലുനെ കഹ, ഒരിക്കൽ അധ്യാപകനായ ഭാലു പറഞ്ഞു, ഏക് സാൽ ഹോ ഗയാ ഹൈ അബ് തുമ്ഹാരി പരീക്ഷ ഹോഗി. ഇനി നമുക്ക് പരീക്ഷ നടത്താം. കാരണം എന്താണ്, ഏക് സാൽ ഹോ ഗയ, ഒരു വർഷം ആയി, നിങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആയി, ഇനി നമുക്കൊരു പരീക്ഷ നടത്താം. മേണ്ഡക് കി കുച്ച് സമജ് മേ നഹി ആയ, മേണ്ഡക് എന്ന് പറഞ്ഞാൽ ഫ്രോഗിന് ഒന്നും മനസ്സിലായില്ല. ഉസ്നെ ഭാലു സെ പൂച്ച, അവൻ ഭാലുവിനോട് ചോദിച്ചു, സർ പരീക്ഷ യേ ക്യാ ഹോത്തി ഹൈ. അപ്പോൾ അവരാദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നതും പരീക്ഷ എന്നുള്ള കാര്യം കേൾക്കുന്നതും. അപ്പോൾ ചോദിച്ചെന്താണ്, സർ പരീക്ഷ യേ ക്യാ ഹോത്തി ഹൈ, സർ പരീക്ഷയോ അതെന്താണ്. ഭാലുവിനെ സംചാത്തെ ഹുയെ കഹ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഭാലു പറഞ്ഞു, മേ പഠാത്താ ഹൂ ഓർ ആപ് പഠ്തേ ഹെ, ഞാൻ വായിച്ചു പഠിപ്പിക്കുന്നു, നിങ്ങളും അതുപോലെ വായിക്കുന്നു. മേ സിഖാത്താ ഹൂ ഓർ ആപ് സീഖ്തേ ഹെ, ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങളതുപോലെ പഠിക്കുന്നു. അബ് സമയ് ആ ഗയാ ഹെ കി സബ് ജാൻ ലേ കി ആപ് മേ സെ കിസ്നെ കിത്നാ സീഖാ ഹെ, ഇനി സമയമായി, എല്ലാവർക്കും അറിയേണ്ടതുണ്ട്, നിങ്ങളിൽ ആരൊക്കെ എത്രയൊക്കെ പഠിച്ചു എന്നറിയണമെങ്കിൽ എന്താണ്, പരീക്ഷ നടത്തണം. അബ് ആപ് ഘർ ജായിയെ ഓർ പരീക്ഷ കി തയ്യാറി കീജിയെ, ഇനി നിങ്ങൾ വീട്ടിൽ പോയി എക്സാമിന് തയ്യാറെടുക്കണം. കൽ ആപ് സബ്കി പരീക്ഷ ഹോഗി, നാളെ നിങ്ങൾക്ക് എക്സാമാണ്, പരീക്ഷയാണ്. സ്കൂൾ സെ ലൗട്ടെ ഹുയെ സഭി ബച്ചെ സോച്ച് മേ പട് ഗയെ, സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് കുട്ടികളെല്ലാം ചിന്തയിലാണ്ടുപോയി, അവരൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഉൻകെ ചെഹരെ പർ ചിന്താ കി ദിഖായി സ്പഷ്ട ദിഖായി ദേനെ ലഗി, അവരുടെ മുഖത്തൊക്കെ ഒരു ചിന്ത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ടെൻഷൻ, അവരുടെ മുഖത്ത് സ്പഷ്ടമായിട്ട് കാണാമായിരുന്നു. പരീക്ഷാനെ ജയ്സെ ഉൻകി സാരി ഖുഷിയാം ഛീൻ ലീ ഹോ, പരീക്ഷ അവരുടെ എല്ലാ സന്തോഷവും തട്ടിയെടുത്തതുപോലെ തോന്നും. മസ്തി കി പാഠശാല ഏക് ഛട്കെ മേ ഡർ കി പാഠശാല ബൻ ഗയി, ഹാപ്പിനെസ്സിൻ്റെ സ്കൂൾ ഇപ്പോൾ എന്തായി മാറി, ഒരു നിമിഷം കൊണ്ട് തന്നെ ഡർ കി പാഠശാല ബൻ ഗയി, പേടിയുടെ സ്കൂളായി മാറി. കോയി ഭി രാത് ഭർ സോ നഹി സക, ആർക്കും രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അഗലെ ദിൻ ഭാലുജി മുസ്കുരാത്തെ ഹുയെ ആയെ ഓർ ബോലെ, അടുത്ത ദിവസം ഭാലുജി എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് പറഞ്ഞു, പരീക്ഷ യഹി മൈതാൻ മേ ഹോഗി, നമ്മുടെ എക്സാം ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത്. സബ് തയ്യാർ ഹേ, എല്ലാവരും റെഡിയാണോ. കഹീസെ കോയി ആവാസ് നഹിയായി, ഒരിടത്തു നിന്നും യെസ് എന്നോ നോ എന്നോ ഒരു മറുപടി കിട്ടിയില്ല. ഫിർ ഭാലു ദീവാർ ഓർ പീപ്പൽ കെ പേട് കി ഓർ സങ്കേത് കർത്തേ ഹുയെ ബോല, അതിനുശേഷം നമ്മുടെ ഭാലു എന്ത് ചെയ്തു, അവിടെ ഒരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു, പീപ്പൽ കെ പേട് എന്ന് പറഞ്ഞാൽ ബനിയൻ ട്രീ, ആ ട്രീയെയും അതോടൊപ്പം ദീവാർ എന്ന് വെച്ചാൽ വാൾ, അപ്പോൾ ഒരു വാളും ഒരു ബനിയൻ ട്രീയും കാണിച്ചിട്ട് പറഞ്ഞു, ഇസ് ദീവാർ പർ ഓർ ഇസ് പേട് പർ ജോ ചढ़േഗ വഹ് പ്രഥം മാനാ ജായേഗ, ഈ ചുവരിലും അതോടൊപ്പം ഈ മരത്തിലും കയറുന്ന ആൾ ഫസ്റ്റ് എന്ന് പ്രഖ്യാപിക്കും, അവരാണ് ഈ വർഷം ഫസ്റ്റ് എന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. സബ് ദീവാർ കി ഓർ ദൗഡെ, എല്ലാ പേരും ആ വാളിനടുത്തേക്ക് ഓടി. ബന്ദർ ഗധ ഓർ സിയാർ ഉച്ചൽത്തേ ഹി രഹ്ഗേ, ബന്ദർ മങ്കി, ഗധ ഡോങ്കി, സിയാർ എന്ന് പറഞ്ഞാൽ ജാക്കൽ, ഇവർക്കൊക്കെ ഒന്ന് ചാടുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. ചിപ്കലി ഛട്ട് സെ ദീവാർ പർ ചढ़ ഗയി, ചിപ്കലി ലിസാർഡ്,
ലിസാർഡ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ വാളിലോട്ട് കയറിപ്പോയി. ഉടനെ വാലെ പക്ഷി പലക് ഛപ്തേ ഹി പേട് കി ശാഖാവോं पर पंख पसार कर बैठ गए. പറക്കുന്ന പക്ഷികൾ എന്ത് ചെയ്തു? കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പലക് ഛപക്തേ ഹി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന ആ സ്പീഡിൽ തന്നെ ആ മരത്തിൻ്റെ ശാഖയെന്ന് വെച്ചാൽ ബ്രാഞ്ചസിൽ അങ്ങ് ചിറക് വിരിച്ച് ഇരിക്കുവാൻ തുടങ്ങി. हिरण मेंढक जैसे जीव जंतु अपना सा मुँह लेकर खड़े रह गए. ഹിരൺ എന്ന് വെച്ചാൽ ഡിയർ, മേണ്ഠക് ഫ്രോഗ്, അവരെ പോലുള്ള ജന്തുക്കൾ എന്ത് ചെയ്തു? അനിമൽസ് ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ നിന്നു. ഫിർ ഭാലുവിനെ കഹ, എന്നിട്ട് ഭാലു പറഞ്ഞു, ജോ സൗത്തക് ഗിൻതി पूरी होने से पहले मैदान के 4 चक्कर लगाएगा वही प्रथम माना जाएगा. ആരാണോ 100 വരെ എണ്ണി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഈ ഗ്രൗണ്ടിനെ 4 പ്രാവശ്യം ചുറ്റി വരുന്നത് അവരെയും ഫസ്റ്റാണെന്ന് പറയും. സഭി ദൗഡ്നെ ലഗെ, എല്ലാവരും ഓടുവാൻ തുടങ്ങി. ഖർഗോഷ് കുത്ത ആകെ ആകെ. ഇപ്പോൾ ഫ്രണ്ടിൽ പോയത് ആരൊക്കെയാണ്? റാബിറ്റ്, ഖർഗോഷ്, റാബിറ്റും കുത്ത ഡോഗ്. റാബിറ്റും ഡോഗും ഫ്രണ്ടിൽ പോയി. കച്ചുവ സബ്സെ പീച്ചെ, പക്ഷേ ടോട്ടോയ്സ് എന്താണ്? ഏറ്റവും ബാക്കിലായിപ്പോയി. ഇപ്പോൾ ഭാലു എന്താണ് പറഞ്ഞത്? 100 വരെ കംപ്ലീറ്റ് എണ്ണുന്നതിനകത്ത് ആരാണോ 4 പ്രാവശ്യം ഈ ഗ്രൗണ്ട് ചുറ്റി വരുന്നത് അവരെ ഫസ്റ്റായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടുവാൻ തുടങ്ങി. അതിൽ ഖർഗോഷ്, റാബിറ്റ്, കുത്ത, ഡോഗ് ഇവർ ഫ്രണ്ടിലെത്തുകയും കച്ചുവ പോലുള്ള മൃഗം, ടോട്ടോയ്സ് ഏറ്റവും പുറകിലാവുകയും ചെയ്തു. ഇസ്കേ ബാദ് ഭാലുവിനെ കഹ, അതിനുശേഷം ഭാലു എന്താ പറഞ്ഞത്? മൈദാൻ കെ കിനാരെ പടാ ബഡാസ പത്ഥർ ജോ ഹട്ടാ ദേഗ വഹി പ്രഥം മാനാ ജായേഗ. ഈ മൈതാനത്തിൻ്റെ ഒരു സൈഡിൽ, കിനാര എന്ന് പറഞ്ഞാൽ സൈഡിൽ, അവിടെ ഒരു വലിയ ഒരു പത്ഥർ സ്റ്റോൺ കിടപ്പുണ്ട്. ആർക്കാണോ അത് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നത് അവരെയും ഫസ്റ്റ് ആണെന്ന് പ്രഖ്യാപിക്കും. സബ്നെ കോശിഷ് കി, എല്ലാവരും ട്രൈ ചെയ്തു. കോശിഷ് കർന ട്രൈ ചെയ്യുക. പത്ഥർ ടസ് സെ മസ് ന ഹുവ, കല്ല് അവിടെ നിന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. ഹാത്തി ചൂമത്ത ഹുവ ആയ ഓർ പത്ഥർ കോ സൂണ്ട് സെ ധക്കേൽ ദിയ, ആന എന്ത് ചെയ്തു? ആടിയുലഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് തള്ളി മാറ്റി. സബ് യഹ് ദേഖ് കർ ഹൈരാൻ രഹ് ഗയെ, എല്ലാവരും അത് കണ്ട് അതിശയിച്ചു പോയി. കാരണം എന്താണ്? പലരും ശ്രമിച്ചിട്ട് ആ കല്ല് അവിടെ നിന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. അത് ഈ ആന വന്ന് അതിൻ്റെ തുമ്പിക്കൈ കൊണ്ടുവന്ന് തട്ടിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാറി. തഭി മധുമക്കി ഗുസ്സേസെ ബോലി, അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹണീബി, മധുമക്കി ഹണീബി ഗുസ്സേസെ ബോലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ പറഞ്ഞു, മേ ഈസ് പരീക്ഷ കാ ബഹിഷ്കാർ കർത്തി ഹൂँ, ऐसी पढ़ाई से तो अनपढ़ रह जाना ही अच्छा है. ഞാൻ ഈ എക്സാം ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടിലും പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. जो कक्षा में सहभागिता के बदले गैर बराबरी की ഭാവന വികസിത് करे. ഈ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് സംഭവിക്കുന്നത്? എല്ലാ പേർക്കും ഈക്വലായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ എക്സാം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. നോൺ ഈക്വാലിറ്റി എന്നാണ് ഗൈർ ബരാബരിയുടെ മീനിങ്. അപ്പോൾ ഈ എക്സാമിലൂടെ ഈ ക്ലാസ്സിൽ നോൺ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാവനയാണ് ഉണ്ടാവുന്നത്. ആ ഒരു ചിന്തയാണ്, ഭാവന എന്ന് പറഞ്ഞാൽ ചിന്തയാണ് ഈ ക്ലാസ്സിൽ ഉണ്ടാവുക. ഇങ്ങനെ ഒരു എക്സാം നടത്തുകയാണെങ്കിൽ. തിലി ബോലി मैं भी इस परीक्षा का विरोध करती हूँ. തിത്ലി ബട്ടർഫ്ലൈയും പറഞ്ഞു, ഞാനും ഈ എക്സാം എതിർക്കുകയാണ്. കാരണം ബട്ടർഫ്ലൈക്ക് ഒരു കല്ലെടുത്ത് പൊക്കാൻ സാധിക്കുമോ? ഇല്ല. इसके बाद तो चूहा, बंदर व अन्य सभी पशु पक्षी इस परीक्षा का विरोध करने लगे और मैदान छोड़कर भाग गए. അതിനുശേഷം ചൂഹ, റാറ്റ്, ബന്ദർ, മങ്കി
അപ്പോൾ റാറ്റ്, മങ്കി അതുപോലുള്ള മറ്റ് മൃഗങ്ങളും എന്ത് ചെയ്തു? ഈ എക്സാം എതിർക്കുകയും ആ മൈതാനം വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. കാനൻ വൻ കാ സ്കൂൾ ബന്ദ് ഹോ ഗയ. കാനൻ വനത്തിലെ, കാനൻ എന്നു പേരുള്ള ആ ഫോറസ്റ്റിലെ സ്കൂള് അടച്ചു. അബ് സബ് പ്രകൃതി സേ സീഖ്നെ ലഗെ. എല്ലാവരും പ്രകൃതിയിൽ നിന്ന് തന്നെ, നേച്ചറിൽ നിന്ന് തന്നെ പഠിക്കുവാൻ തുടങ്ങി. അപ്പനെ അനുഭവം സേ സീഖ്നെ ലഗെ. അവരവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുവാൻ തുടങ്ങി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും ചെയ്യുക.